പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകൾ വെളിപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ പുറത്തുവന്നു. പലസ്തീൻ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഏറെ ചർച്ചയാകുന്നത്. പ്രമുഖ മാധ്യമം മിഡിൽ ഈസ്റ്റ് ഐയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉള്ളത്. വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും ഗാസയിലും സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയാണ്. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ അഴിച്ച് ജനനേന്ദ്രിയത്തിൽ പരിക്കേൽപ്പിക്കുന്ന ക്രൂരതയും അരങ്ങേറുന്നു. വർഷങ്ങളായി പലസ്തീൻ സ്ത്രീകൾ ഇസ്രയേൽ സൈനികരിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിടുന്നുണ്ട്. ഇതുവരെ അവർ ആ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ മടിച്ചിരുന്നു. ലൈംഗികാതിക്രമങ്ങൾ അവരുടെ അടുത്ത സുഹൃത്തുക്കളോടും കുടുംബാംഗത്തോടു പോലും പങ്കുവയ്ക്കാൻ കഴിയാതെ രഹസ്യമായി വെക്കുകയാണ് ചെയ്തിരുന്നത്. അപമാന ഭയത്താലാണ് പലരും പീഡനം പുറത്തു പറയാൻ മടിച്ചത്. ഒരു സംഭവം മിഡിൽ ഈസ്റ്റ് ഐയിലെ അഭിമുഖത്തിൽ വിവരിക്കുന്നുണ്ട്. വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ ഇസ്രയേലി സൈനികർ അവിടെയുള്ള ഒരു സ്ത്രീയോട് വസ്ത്രങ്ങൾ അഴിച്ച് നഗ്നയാകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു വനിതാ സൈനിക വാതിലടച്ച് വസ്ത്രമഴിക്കാൻ അനുവദിച്ചുവെന്നും വെളിപ്പെടുത്തുന്നുണ്ട്. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിനു ശേഷം പലസ്തീനിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം അധിനിവേശ പലസ്തീൻ മേഖലകളിൽ UN അന്വേഷണ കമ്മീഷൻ പലസ്തീൻ സ്ത്രീകൾക്കെതിരെ ഇസ്രയേൽ സൈനികർ നടത്തിയ ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. അന്വേഷണത്തിൽ അധിനിവേശ പലസ്തീൻ പ്രദേശത്തുടനീളം വ്യാപക ലൈംഗികാതിക്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി. പലസ്തീനിലെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ ലൈംഗികാതിക്രമങ്ങൾ നേരിടുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ ഈ ക്രൂരതകൾ അവസാനിപ്പിക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനകളും സ്ത്രീകളുടെ അവകാശ സംഘടനകൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനകളും നിരന്തരം ആവശ്യപ്പെടുന്നുമുണ്ട്.